പാകിസ്ഥാന്റെ നെഞ്ചിൽ അവസാന ആണിയടിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, ഇന്ത്യയുമായി എല്ലാ കാലത്തും ജനിച്ച അന്ന് മുതൽ ശത്രുത പുലർത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു തരത്തിലും വളരാൻ സമ്മതിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ അതിനെല്ലാം തന്നെ തച്ചുടച്ച് ഇന്ത്യ നിരന്തരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ രോമത്തിൽ തൊടാൻ പോലും പാകിസ്ഥാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ചില ദുർബലരായിട്ടുള്ള ഭരണാധികാരികൾ ഉള്ളത് കാരണം ഇന്ത്യയിൽ ചിലപ്പോൾ താജ് ആക്രമണങ്ങൾ പോലെയുള്ള ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാന് സാധിച്ചിട്ടുണ്ടായിരിക്കും. അതിനൊന്നും തിരിച്ചടി നേരിടാതെ വന്നപ്പോൾ പാകിസ്ഥാന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. പക്ഷെ പിന്നീട് വന്ന ഭരണാധികാരികൾ അങ്ങനെ ആയിരുന്നില്ല. പാകിസ്ഥാൻ ഒരടി അടിച്ചാൽ 100 അടി തിരിച്ചടിക്കുന്ന ഭരണാധികാരിയായിരുന്നു പിന്നീട് വന്ന ഭരണാധികാരി എന്ന് പറയുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയും ഗൾഫ് സഹകരണ കൗൺസിലും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ വ്യാഴാഴ്ച ഒരു പ്രധാന പ്രഖ്യാപനം നടത്തി. ഇന്ത്യ അടുത്തിടെ യൂറോപ്യൻ യൂണിയനുമായും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായും സുപ്രധാന വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ച സമയത്താണ് ഈ നീക്കം. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ എന്നിവ ഉൾപ്പെടുന്ന 6 ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് GCC എന്ന് പറയുന്നത്. ഇന്ത്യയും ഈ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് ഏകദേശം 5000 വർഷം പഴക്കമുണ്ടെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. നിലവിൽ ഏകദേശം 1 കോടി ഇന്ത്യക്കാർ ഈ രാജ്യങ്ങളിൽ താമസിക്കുന്നു. അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്നു. ചരക്കുകളുടെയും സേവനങ്ങളുടെയും സ്വതന്ത്രമായ ഒഴുക്ക് വർദ്ധിപ്പിക്കുക, നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, നയങ്ങളിൽ സ്ഥിരത കൊണ്ടുവരിക എന്നിവയാണ് ഈ കരാറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. മേഖലയിലെ ഭൗമരാഷ്ട്രീയം വളരെ സങ്കീർണമായ ഒരു സമയത്താണ് ഇന്ത്യയും GCCയും തമ്മിലുള്ള ഈ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമാണ്. 2025 സെപ്റ്റംബറിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു. 2025 മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രതിരോധ കരാർ ഉണ്ടായത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രതിരോധ കരാർ ഉണ്ടായത്. 2025 ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദ ഒളിത്താവളങ്ങൾ ആക്രമിച്ചുവെന്നത് എടുത്തു പറയേണ്ടതാണ്. പാകിസ്ഥാനും സൗദി അറേബ്യയും കൂടുതൽ അടുക്കുമ്പോൾ മറുവശത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ അകൽച്ച കാണുകയാണ്. വിമാനത്താവള കരാർ അവർ റദ്ദാക്കിയതെല്ലാം ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മാത്രമാണ്. സൗദി അറേബ്യയുമായി പാകിസ്ഥാൻ ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷം UAE പാകിസ്ഥാനും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു. UAE പ്രസിഡന്റിന്റെ സമീപകാല ഡൽഹി സന്ദർശനം ഈ നമ്മുടെ ബന്ധങ്ങളെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചു. UAE പ്രസിഡന്റിന്റെ ഹ്രസ്വവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഇന്ത്യ സന്ദർശനത്തിന് മണിക്കൂറുകൾക്ക് ശേഷം 2032 ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം $200 ബില്യൺ ഇരട്ടിയാക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളുടെ ലക്ഷ്യം. ഗൾഫിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാണ് UAEയും സൗദി അറേബ്യയും. മറുവശത്ത് സൗദി അറേബ്യയുമായുള്ള പാകിസ്ഥാന്റെ തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തവും ഇന്ത്യയുമായുള്ള UAEയുടെ വളർന്നു വരുന്ന ബന്ധവും ഗൾഫ് രാജ്യങ്ങളുടെ മുൻഗണനകളിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്നുവെന്ന് വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.